താജ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോണുള്ള ചിക്കനെ നാട്ടിൽ കിട്ടുമെങ്കിൽ അത് ബോണുള്ള എടുത്താൽ മതി. ഇത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ തക്കാളി, ഉള്ളി, മുളക് പൊടി, അണ്ടിപ്പരിപ്പ്, ഗരം മസാല, ഫ്രഷ് ക്രീം, വിനീഗർ, കസൂരി മേത്തി, ഡ്രൈ ചില്ലി, ബട്ടർ, കെവറ വാട്ടറാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ വിനീഗർ കിട്ടുകയാണെങ്കിൽ ചേർത്താൽ മതി. ഇനി അത് രണ്ടും കിട്ടിയില്ലെങ്കിൽ സാധാ വിനീഗർ മാത്രം ചേർത്താൽ മതിയാവുന്നതാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും ഒരു 1/2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആകെ 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തേക്കണം ഇത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ. നമുക്ക് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഗ്രൈറ്ററിലിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടാണ്. തക്കാളി അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കും. തക്കാളി അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോൺ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടർ ആയാലും മതി. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി ബ്രൗൺ ആവാൻ നിൽക്കരുത്, ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉള്ളി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ആവാൻ പാടില്ല. ഒരു സോഫ്റ്റ് രീതിയിൽ നമ്മൾ എടുത്ത് മാറ്റിയേക്കണം. വെന്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിക്കാം. അപ്പോൾ ഇനി ഡ്രൈ ചില്ലി, അണ്ടിപ്പരിപ്പ്, മുളക് പൊടി, ഗരം മസാല, കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇനി ഞാനത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ച് കഴിഞ്ഞു. ഇനി അരിച്ചെടുക്കണം. നല്ലൊരു ജാലി വെച്ച് അതിലേക്ക് അരിച്ചെടുക്കണം. അരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് കൂടുതൽ വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അരക്കണം. നമുക്കിത് എന്താ വെച്ചാൽ നല്ല പേസ്റ്റായിട്ട് കിട്ടണം. ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്താലേ നമുക്ക് ബട്ടർ ചിക്കൻ നല്ല വായിൽ വെച്ച് അങ്ങനെ അലിഞ്ഞു പോകണ മാതിരി ആവണം ബട്ടർ ചിക്കൻ. അതാണ് ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ്. ഇതുപോലെ കുറച്ച് വേസ്റ്റ്, 1 സ്പൂണോളം വേസ്റ്റേ കിട്ടി. അപ്പോൾ ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം ചിക്കൻ ചേർക്കണം. അപ്പോൾ നമുക്കൊരു 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കണം.
അതൊരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവുക ബട്ടർ ചിക്കന്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച വിനീഗർ, അതുപോലെ കവറ വാട്ടർ, പിന്നെ ബട്ടർ. അപ്പോൾ നമുക്ക് കസൂരി മേത്തിയോടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ക്രീം ലാസ്റ്റ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ചേർക്കുന്നത്. ക്രീം ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്രീമോടെ ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാണ്. പൊറോട്ടയും പിള്ളേരും തന്നെ കാത്തിരിക്കുകയാണ്. അവർക്ക് കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റി ഡിഷാണ്. അവസാനം മുകളിൽ കുറച്ചുകൂടെ കസൂരി മേത്തി ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കണം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അല്ലസയിലുള്ളവർക്ക് താജിൽ വന്നാൽ മതി. ബട്ടർ ചിക്കനും പൊറോട്ടയും കഴിക്കാം. പിന്നെ നാട്ടിലുള്ളവരെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുമാതിരി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യണം. ബൈ.